ജോസഫ് ആന്റണി എവിടെ എന്താണ് അവിടെ അയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടതിന്റെ വിത്തിൻ മണിക്കൂറുകൾക്കകം ഈ പറയുന്ന ഗൾഫ് അമേരിക്കൻ എയർബേസുകളിലൊക്കെ ആക്രമിച്ചു. ഇപ്പോൾ എക്സ്പ്രസ് ഒക്കെ പുറത്തു വന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പ്രകാരം ബഹ്റൈനിലടക്കം അല്ലുദൈദിലടക്കം വലിയ നാശം, ഈ പറയുന്ന വലിയ $1 ബില്യൺ റഡാറുകളടക്കം വലിയ നാശം അമേരിക്ക ഉണ്ടായിട്ടുണ്ട്. ആ നാശം ഉണ്ടാക്കി അതിന് പിന്നാലെ ഒരു ബഹ്റൈൻ കോടീശ്വരൻ പറയുന്നത് കേട്ടായിരുന്നു, എന്തിനാണ് അമേരിക്ക ഞങ്ങളുടെ മേഖലയെ യുദ്ധത്തിലേക്ക് വലിച്ചിട്ടത്. അത് ബഹ്റൈൻ കോടീശ്വരൻ്റെ മാത്രം വികാരമല്ല, ഗൾഫ് മേഖലയിലുള്ള ഈ ആക്രമണമുണ്ടായ രാജ്യങ്ങളിലെയൊക്കെ ജനങ്ങളുടെ ഒരു വികാരം മാറുന്നുണ്ട്. ആ വികാരം അമേരിക്കയ്ക്കെതിരെയാവുന്ന കാരണം എന്താണ്? ഞങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്കയെ ഇവിടെ നിയമിക്കുന്നു, അവർ കാരണം ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അവർ അവരുടെ പൗരന്മാരെ ഇവകേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ആ മേഖലയിൽ തീരുമാനിച്ച കാര്യങ്ങൾ എന്താണ് പൂർണ്ണമായി നടപ്പായി. അതുകൊണ്ട് ഇനി ആക്രമണമില്ല, സോറി നൈബേഴ്സ് എന്ന് പറയലാണോ, അതോ ഇന്ന് ട്രംപ് പറയുന്ന പോലെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന കഠിനമായ ആക്രമണം കൊണ്ട് പേടിച്ചിട്ടാണ് ആ സോറി എന്നാണ് മനസ്സിലാക്കേണ്ടത്? ശ്രീ ജോസഫ് ആന്റണി. ഹാഷ്മി, നമുക്ക് ഈ ലോകത്തുള്ള ഏറ്റവും മോശപ്പെട്ട ഏത് വാക്കെടുത്താലും അതിനെല്ലാം യോജിക്കുന്നയാളാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ആരാധനായ സുകുമാർ അഴീക്കോട് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയെ വിശേഷിപ്പിക്കാൻ അദ്ദേഹം ഒരു വാക്യം പ്രയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു മനുഷ്യന് വേണ്ട 100 ഗുണങ്ങളിൽ 98 ഗുണങ്ങളുമുണ്ട്, 2 ഗുണങ്ങളേ ഇല്ലാതുള്ളൂ. ഒന്ന്, അദ്ദേഹത്തിന് വിവരമില്ല, 2 വിവരമുള്ളവർ പറഞ്ഞാൽ കേൾക്കില്ല. ഇങ്ങനെ പറഞ്ഞതായിട്ട് വളരെ പ്രസിദ്ധമായ വാചകമുണ്ട്. ട്രംപിനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ, ട്രംപിന് വിവരമില്ല, ട്രംപിനെ ഉപദേശിക്കാൻ വിവരമുള്ളവരാരും ഇല്ലതാനും. അതാണ് പ്രശ്നം. അതായത് ഇദ്ദേഹം രണ്ടാമത്തെ തവണ അധികാരത്തിൽ വന്നപ്പോൾ ടൈംസ് മാഗസിൻ ഒരു എഡിറ്റോറിയൽ എഴുതി. ആ എഡിറ്റോറിയലിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ സെക്രട്ടറിമാരെ ചൂസ് ചെയ്യുന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് ടൈംസ് എഡിറ്റോറിയൽ എഴുതി. അവർ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ മന്ത്രിസഭയിൽ അഡൽട്ട്സ് ഉണ്ടായിരുന്നു, എന്ന് പറഞ്ഞാൽ വിവരമുള്ള ഒരാൾക്കാർ ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പോൾ ഉള്ളവർ സൈക്കോഫൻസ് ആണ്, ഇദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളും അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നത് കേൾക്കുന്നത് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരുമാണ്. അത് ലോകത്തിന് അപകടകരമാണ് എന്ന് അന്ന് തന്നെ എഴുതിയിരുന്നു. ഈ അധികാരം ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ എഴുതിയിരുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇങ്ങനെയുള്ള ഒരു പ്രസിഡന്റ് ചെയ്ത ഏറ്റവും വലിയ രണ്ടാമത്തെ മണ്ടത്തരം എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു രാജ്യത്ത് ഭരണമാറ്റമാണ് ഒരു ആക്രമിക്കുന്ന രാജ്യം ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെ ഒരു യുദ്ധം തുടങ്ങരുത്, അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ അമേരിക്ക ഇറാനിൽ ചെയ്തത്. എന്താ അവർ ചെയ്തത്? ഈ ഭരണമാറ്റമാണ് അവർ ആഗ്രഹിക്കുന്നത്. അവിടുത്തെ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കേവലമായ ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രസിഡന്റ് അല്ല അലി ഖമനയി. അലി ഖമനയി എന്ന് പറയുന്നത് 9 കോടി വരുന്ന ഈ ഷിയ, ലോകത്തൊട്ടാകെ ഏതാണ്ട് 16 കോടിയോളം ഷിയാകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 9 കോടി വരുന്ന ജനസംഖ്യയുടെ പരമോന്നത നേതാവാണ്, ആത്മീയ നേതാവും ഭരണ നേതാവുമാണ്. അദ്ദേഹത്തെ ഉൾപ്പെടെ 49 പേരെ കൊന്നിട്ടാണ് ഈ ഭരണമാറ്റം നടത്താനായിട്ട് ശ്രമിക്കുന്നത്. അത് തന്നെ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അവരുടെ ജനങ്ങളുടെ പരമോന്നത നേതാവായിട്ടുള്ള അദ്ദേഹത്തോട് എതിർപ്പൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള നേതാവിനെ കൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തെ ജനങ്ങൾ ആരാണോ കൊന്നത് അവർക്കെതിരായിട്ട് തിരിയും. ഒന്ന്. രണ്ടാമത് എന്താ ചെയ്തത്? അവർ ആക്രമണം തുടങ്ങിയത് 160ഓളം പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയിട്ടാണ്. വാഷിംഗ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും എഴുതി കഴിഞ്ഞു, അമേരിക്കയാണ് കുഞ്ഞുങ്ങളെ കൊന്നതെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇത്രയും പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ ഒരു ഭരണകൂടത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഭരണകൂടത്തെ മാറ്റാൻ വരുമോ അവർ? നമ്മൾ കാണേണ്ട ഇതാണ്. ഇപ്പോൾ ഇങ്ങനെ, അതായത് ഇതൊക്കെ നമ്മൾ ഈ ഭരണകൂടത്തിന് എതിരായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിലും ആ ഭരണകൂടത്തോട് ഒത്ത് ജനങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് മാറ്റുന്ന മണ്ടത്തരമാണ് വാസ്തവം. അതായത് ഇവിടെ നിങ്ങൾ സൂചിപ്പിക്കപ്പെട്ട പോലെ ഒരു സ്ട്രാറ്റജിയും ഇല്ല, വാർ സ്ട്രാറ്റജിയും ഇല്ലാതെ ഇറങ്ങുന്ന, അതായത് സ്ട്രാറ്റജി ഇല്ലായ്മ ഒരു സ്ട്രാറ്റജി ആയിട്ട്, അപ്പോൾ നീ ജർക്ക് റിയാക്ഷൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ തോന്നുന്നതിനനുസരിച്ച് കാര്യങ്ങൾ പറയുക. ആദ്യം പറഞ്ഞു ഞങ്ങളിതാ 2 ദിവസം കൊണ്ട് ഇല്ലാതാക്കും, പിന്നെ അദ്ദേഹം പ്രസിഡന്റ് തന്നെ പറയുന്നു 4 ആഴ്ച കൊണ്ട് ഇല്ലാതാക്കും, പിന്നെ 1 മാസം കൊണ്ട് ഇല്ലാതാക്കും. പീറ്റ് ഹെക്സത്ത് പറയുന്നു 8 ആഴ്ച കൊണ്ട് ഇല്ലാതാക്കും. അതായത് ഈ ഭരണകൂടത്തിന് തന്നെ കൃത്യമായ ഒരു കാഴ്ചപ്പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ യുദ്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാം. രംഗത്ത് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ വാർത്തകൾ വന്നിരുന്നു, ഈ പീറ്റ് ഹെക്സത്തും മാർക്കോ റൂബിയോയും തമ്മിൽ ഇക്കാര്യത്തിൽ വളരെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. യുദ്ധം തുടങ്ങണോ വേണ്ടയോ, എങ്ങനെ തുടങ്ങണം എന്നുള്ളത് സംബന്ധിച്ച് അത് ഭരണകൂടത്തിൽ തന്നെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. മറ്റൊരു കാര്യം, ഈ ഒരു രാജ്യത്ത് ഭരണകൂടം മാറ്റം നടത്താൻ അമേരിക്കയ്ക്ക് എന്താണ് അവകാശം? അങ്ങനെ ഒരു അവകാശം ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണ്? 2 രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട്. ഇറാൻ എന്ന് പറയുന്ന രാജ്യവും അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും ഇറാൻ എന്ന് പറയുന്ന രാജ്യവും പ്രശ്നമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കുക? ആ പ്രശ്നം പരിഹരിക്കുന്നത് 2 രാജ്യങ്ങൾ തമ്മിൽ ആദ്യം ചർച്ച ചെയ്യും. 2 രാജ്യങ്ങൾ തമ്മിൽ ഇല്ലാതാക്കിട്ട് ഇപ്പോൾ പറഞ്ഞു ഞങ്ങൾ അവിടെ അവരുടെ എണ്ണ മൊത്തം എടുക്കുമെന്നാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവ്.
അടുത്ത് ഞങ്ങൾ ക്യൂബയിലോട്ട് പോകാമെന്ന് പറയണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ താങ്കൾ ഈ പറയുന്ന ഫെയർ രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത്തരത്തിൽ ഹൂളിഗനിസത്തിൻ്റെയും മസിലിൻ്റെയും രാഷ്ട്രീയമാണ് അത് ഈ കാലത്തിൻ്റെ ഡെസ്റ്റിനി ഗതികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.